സെവൻത്ത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ അഥവാ മണ്ണിൽ പൊന്നു വിളയിക്കാം. മണ്ണിൽ കൃഷി ചെയ്ത് ധാരാളമായി വിളകൾ ലഭിക്കുന്നതിനെയാണ് റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ അഥവാ മണ്ണിൽ പൊന്നു വിളയിക്കാം എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. നല്ലൊരു വിളവെടുപ്പിന് സഹായിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ കൃഷി രീതികളെക്കുറിച്ചുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഹെൽപ്പ് ടു ഗെറ്റ് മോർ ഈൽഡ്? നല്ലൊരു വിളവ് ലഭിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഫാക്ടർ ഇസ് ഫെർട്ടൈൽ സോയിൽ അഥവാ വളക്കൂറുള്ള മണ്ണ്. ഫെർട്ടൈൽ സോയിൽ അഥവാ വളക്കൂറുള്ള മണ്ണ്. നല്ലൊരു ഫെർട്ടൈൽ സോയിൽ ഇല്ല എങ്കിൽ, വളക്കൂറുള്ള മണ്ണ് ഇല്ല എങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ കൃഷി ചെയ്താലും, ഏത് മുന്തിയ വിത്തിനം ഉപയോഗിച്ചാലും, എത്ര വളങ്ങൾ പ്രയോഗിച്ചാലും നല്ലൊരു ഈൽഡ് കിട്ടില്ല. അതായത് നല്ലൊരു വിളവ് ലഭിക്കാൻ സഹായിക്കുന്ന ആദ്യ ഘടകം എന്താണ്? വളക്കൂറുള്ള മണ്ണ്, ഫെർട്ടൈൽ സോയിലാണ്. ദെൻ വാട്ട് ഈസ് സെക്കൻഡ് ഫാക്ടർ? നല്ലൊരു വിളവ് ലഭിക്കാൻ ആവശ്യമായ രണ്ടാമത്തെ ഘടകം ഏതാണ്? ഇറ്റ് ഈസ് ന്യൂട്രീഷൻ അഥവാ വളം അല്ലെങ്കിൽ പോഷകം. ചെടികൾക്ക് ആവശ്യമായ പോഷകം ആവശ്യമായ സമയത്ത് ലഭിച്ചാൽ മാത്രമേ ആ ചെടി നല്ല രീതിയിൽ വളരൂ. അപ്പോൾ വിളവെടുപ്പിനെ സഹായിക്കുന്ന അടുത്ത ഘടകം എന്തായിരിക്കും? ഇറ്റ് ഈസ് പ്രോപ്പർ ഇറിഗേഷൻ അഥവാ ശരിയായ ജലസേചനം. മൂന്നാമത്തെ ഫാക്ടർ പ്രോപ്പർ ഇറിഗേഷൻ അഥവാ ശരിയായ ജലസേചനം. ശരിയായ രീതിയിൽ ജലം ലഭ്യമല്ലെങ്കിൽ പ്ലാന്റ് ഗ്രോ ചെയ്യുന്നത് തടസ്സപ്പെടുകയും അത് മുരടിച്ചു പോവുകയും ചെയ്യും. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് ഫേവറബിൾ ക്ലൈമറ്റ് അഥവാ അനുകൂല കാലാവസ്ഥ. ഫേവറബിൾ ക്ലൈമറ്റ് അഥവാ അനുകൂല കാലാവസ്ഥ. അതായത് ഓരോരോ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കൃഷിരീതിയായിരിക്കണം നാം തിരഞ്ഞെടുക്കേണ്ടത്. അതായത് ചില കൃഷികൾ നമുക്ക് മഴക്കാലത്താണ് ചെയ്യാൻ പറ്റുന്നത്, ചിലത് വേനൽക്കാലത്താണ് ചെയ്യാൻ പറ്റുന്നത്, ചിലത് നമുക്ക് ശൈത്യകാലത്താണ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഈ ഓരോ കാലഘട്ടത്തിൽ ചെയ്താലാണ് കൂടുതൽ വിള ലഭിക്കുക. ഏത് കാലാവസ്ഥ ചെയ്താലും ചിലപ്പോൾ നമുക്കത് വിള ലഭിക്കും, പക്ഷെ കൂടുതൽ വിള ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ അനുയോജ്യമായ കാലാവസ്ഥയിൽ അത് കൃഷി ചെയ്യണം, അല്ലേ? അതാണ് ഫേവറബിൾ ക്ലൈമറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെ ഫാക്ടറാണ് ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ. ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ അഥവാ ഗുണമേന്മയുള്ള വിത്തുകളും നടീൽ വസ്തുക്കളും. ഗുണമേന്മയുള്ള വിത്തുകളും നടീൽ വസ്തുക്കളും. എന്താണ് ക്വാളിറ്റി ഓഫ് സീഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും ഒരു വിത്തെടുത്ത് മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്ലാന്റ് കിട്ടില്ല. അപ്പോൾ ആ നടാൻ ഉദ്ദേശിക്കുന്ന സീഡിന് അല്ലെങ്കിൽ അതർ പ്ലാന്റിംഗ് മെറ്റീരിയലിന് എന്ത് വേണം? കുറച്ച് ക്വാളിറ്റീസ് വേണം. എന്തൊക്കെയാണ് ആ ക്വാളിറ്റീസ്? ഫസ്റ്റ് വൺ, സീഡ്സ് മസ്റ്റ് ബി കളക്റ്റഡ് ഫ്രം ഫ്രൂട്ട്സ് ദാറ്റ് ഫോംസ് ഇൻ മിഡ് സ്പാൻ. അതായത് മധ്യകാല വിളകളിൽ നിന്ന് മാത്രമേ വിത്ത് തിരഞ്ഞെടുക്കാവൂ. മധ്യകാല വിളകളിൽ നിന്ന് മാത്രമേ വിത്ത് തിരഞ്ഞെടുക്കാവൂ. That means do not collect seeds from a mother plant at the early stage of production or at the end of fruiting. ഒരു വിളയിൽ ആദ്യമുണ്ടാകുന്ന ഫലങ്ങളിൽ നിന്നും അവസാനമുണ്ടാകുന്ന ഫലങ്ങളിൽ നിന്നും വിത്ത് തിരഞ്ഞെടുക്കരുത്. മിഡ് സ്പാനിൽ അഥവാ മധ്യകാല വിളകളിൽ നിന്ന് മാത്രമേ വിത്തുകൾ തിരഞ്ഞെടുക്കാവൂ. സെക്കൻഡ് വൺ, collect the seeds or planting material from a healthy matured mother plant. വിത്തുകളും നടീൽ വസ്തുക്കളും തിരഞ്ഞെടുക്കേണ്ടത് ആരോഗ്യമുള്ളതും പൂർണ്ണ വളർച്ചയെത്തിയതുമായ ചെടികളിൽ നിന്നാണ്. കളക്ട് ദി സീഡ്സ് ഓർ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഫ്രം എ ഹെൽത്തി മെച്യൂർഡ് മദർ പ്ലാന്റ്. വിത്തുകളും നടീൽ വസ്തുക്കളും തിരഞ്ഞെടുക്കേണ്ടത് ആരോഗ്യമുള്ളതും പൂർണ്ണ വളർച്ചയെത്തിയതുമായ ചെടികളിൽ നിന്നാണ്. ദെൻ തേർഡ് വൺ, അവോയ്ഡ് ഡിസീസ്ഡ് പ്ലാന്റ് ഫോർ കളക്ടിങ് സീഡ്സ്. രോഗം ബാധിച്ച ചെടികളിൽ നിന്നും വിത്ത് തിരഞ്ഞെടുക്കാതെ ഇരിക്കുക. ഫോർത്ത് വൺ,
should select the seed or planting material suitable for the soil and climate. മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുസരിച്ചുള്ള വിത്ത് തിരഞ്ഞെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് കൃഷിക്ക് വേണ്ടി വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. Then another factor that helps to get more yield is pest control അഥവാ കീടാണു നശീകരണം. പെസ്റ്റ് കൺട്രോൾ അഥവാ കീടാണു നശീകരണം. ഇലകൾ തളിരിടുമ്പോഴും അല്ലെങ്കിൽ പ്ലാന്റ്സ് ഫ്ലവറിങ് ചെയ്യുന്ന സമയത്തുമാണ് ഇൻസെക്ട്സിൻ്റെ ആക്രമണം കൂടുന്നത്. ആ ഒരു ടൈമിൽ ഇൻസെക്ട്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻസെക്ട്സിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെസ്റ്റ് കൺട്രോളിങ് വഴി സാധിക്കും. പക്ഷേ നാച്ചുറലായിട്ട് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ ജൈവികമായിട്ട് അല്ല നമ്മൾ പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് എങ്കിൽ അത് നമ്മളുടെ സോയിലിനെയും നമ്മളുടെ എൻവയോൺമെൻറ്റിനെയും നെഗറ്റീവായി ബാധിക്കും. എൻവയോൺമെൻറ്റിനെ മാത്രമല്ല, നമുക്ക് ആ ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ഈൽഡിനെ അല്ലെങ്കിൽ വിഭവത്തിനെ എന്താവും, അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും പെസ്റ്റ് കൺട്രോൾ ജൈവിക രീതിയിലായിരിക്കണം, എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിരിക്കണം. എങ്കിൽ മാത്രമേ വിളവ് ലഭിക്കുന്നതിനൊപ്പം നമുക്ക് നമ്മളുടെ പ്രകൃതിയെ സംരക്ഷിക്കാനും കഴിയൂ. അപ്പോൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് നല്ലൊരു വിളവ് ലഭിക്കൂ. കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇതുവരെ നാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഏതൊക്കെ രീതിയിലാണ് ഒരു ചെടിയെ നമ്മൾ നടാനായിട്ട് പാകപ്പെടുത്തുന്നത് എന്ന് നോക്കാം. അതിലെ ആദ്യത്തെ മെത്തേഡാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അഥവാ ലൈംഗിക പ്രത്യുൽപാദനം. എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം? ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിംഗ് ഫ്രം സീഡ് ഈസ് കോൾഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടി ഉണ്ടാക്കുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം. അതായത് വിത്ത് പാകി മുളപ്പിച്ചിട്ട് അവയിൽ നിന്നും മികച്ച തൈകൾ, ആരോഗ്യമുള്ള തൈകൾ പറിച്ചു നടുന്നൊരു രീതിയുണ്ടല്ലോ, അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്തൊക്കെ എക്സാമ്പിൾ പറയാം? ലേഡീസ് ഫിംഗർ അഥവാ വെണ്ടയ്ക്ക, ബ്രിഞ്ചൽ വഴുതനങ്ങ, ചില്ലി പച്ചമുളക്, ആൻഡ് റൈസ് അരി. ഓക്കെ, അടുത്ത മെത്തേഡാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അഥവാ കായിക പ്രജനനം. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അഥവാ കായിക പ്രജനനം? ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്സ് ഫ്രം പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ് ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്നതാണ് കായിക പ്രജനനം. ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്സ് ഫ്രം പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ് ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് നമ്മൾ ചെടികളിൽ നിന്ന് തണ്ട് മുറിച്ച് നടുന്ന ഒരു രീതിയുണ്ട് അല്ലേ, അതേപോലെ ചില പ്ലാന്റ്സിൻ്റെ ഇലകൾ നടാറുണ്ട്. അങ്ങനെയുള്ള പ്രജനന രീതിയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഷുഗർ കെയിൻ അഥവാ കരിമ്പ്, സ്വീറ്റ് പൊട്ടാറ്റോ അഥവാ മധുരക്കിഴങ്ങ്, ടാപ്പിയോക്ക അഥവാ മരച്ചീനി, ഇതൊക്കെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അഥവാ കായിക പ്രജനനത്തിന് ഉദാഹരണമാണ്. വേറെ ചില മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടും നമുക്ക് പാരൻറ്റ് പ്ലാന്റിൻ്റെ അതേ ക്വാളിറ്റിയുള്ള, അതേ ഗുണത്തിലുള്ള ന്യൂ പ്ലാന്റ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത് ലെയറിംഗ് അഥവാ പതിവയ്ക്കൽ. അപ്പോൾ എങ്ങനെയാണ് ലെയറിംഗ് അല്ലെങ്കിൽ പതിവയ്ക്കൽ ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്ക് ഏത് ചെടിയിൽ നിന്നാണോ തൈ ഉൽപ്പാദിപ്പിക്കേണ്ടത്, അതായത് ഏതാണോ നമ്മളുടെ പാരൻറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്, ആ പ്ലാന്റിൻ്റെ മെയിൻ സ്റ്റെമ്മിൽ നിന്ന്, അതായത് പ്രധാന തടിയിൽ നിന്ന് ഉണ്ടാവുന്ന കൊമ്പുകളിൽ ഒരു പെൻസിൽ വണ്ണത്തിൽ ഉള്ള ഒരു കൊമ്പ്, ഒരു സ്റ്റെം നമ്മൾ തിരഞ്ഞെടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് ഇപ്പോൾ ഈ ചിത്രത്തിലുള്ളത് നോക്കിയേ, ആ ഒരു കൊമ്പിൽ 1 സെൻറ്റിമീറ്റർ വീതിയിൽ വളയത്തിലായി എന്ത് ചെയ്യുക, തൊലി കളയുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്.
ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ദ ബ്രാഞ്ച് മസ്റ്റ് ബി എ പെൻസിൽ തിക്ക്. ഒരു പെൻസിൽ തിക്ക് മാത്രമേ ഉണ്ടാവാൻ പറ്റൂ. ഈ ചിത്രത്തിലേക്ക് നോക്കുക, ഇതുപോലെയാണ് ഉണ്ടാവുക. നമ്മൾ റൗണ്ടായിട്ട് തൊലി കളഞ്ഞിട്ട് ആ സ്റ്റെമ്മ് ഏകദേശം കാണാൻ ഈ ഒരു ചിത്രത്തിലുള്ളത് പോലെയാണ് ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് കവർ ദി peel off part with a slightly moistened mixture of coconut fiber, soil and sawdust. അതായത് നിങ്ങൾ ഈ പിക്ചറിലേക്ക് നോക്കുക, ആ തൊലി ചെത്തിയ ഭാഗത്ത് ചകിരിച്ചോറും മണ്ണും മരപ്പൊടിയും ചെറിയൊരു നനവോട് കൂടി എന്ത് ചെയ്യുക, വെച്ച് കെട്ടുക. ചിത്രത്തിലേക്ക് നോക്കുക, ഇതേപോലെ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് നന്നായിട്ട് പൊതിഞ്ഞ് 2 സൈഡും ചാക്കിൻ്റെ നൂല് ഉപയോഗിച്ചിട്ട് കെട്ടിവെക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം നിലനിൽക്കത്തക്ക രീതിയിൽ അത് നനച്ചു കൊടുക്കണം. അതിൻ്റെ ഈർപ്പം നിലനിൽക്കാൻ രീതിയിൽ എന്ത് ചെയ്യണം, നനച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ചെറിയ ഈർപ്പം അതിനുണ്ടായിരിക്കണം. അങ്ങനെ ഈ രീതിയിൽ നമ്മളൊരു 2 മാസം അത് സൂക്ഷിച്ചാൽ 2 മാസങ്ങൾക്ക് ശേഷം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ആ കൊമ്പുകൾക്ക് ധാരാളം വേരുകൾ ഉണ്ടാകും. ഓക്കെ, ഇനി ആ വേരുകൾക്ക് താഴെ ഭാഗത്തായിട്ട് വെച്ച് ആ കൊമ്പ് മുറിച്ചെടുക്കണം. ആ വേരുകൾക്ക് താഴെ ഭാഗത്തായിട്ട് ആ കൊമ്പുകൾ എന്ത് ചെയ്യും, മുറിച്ചെടുക്കും. എന്നിട്ട് പെട്ടെന്ന് തന്നെ മണ്ണിൽ നടില്ല, അത് മണ്ണിലേക്ക് സെറ്റ് ആവുന്നത് വരെ എന്ത് ചെയ്യും, ചെറിയ ചെടിച്ചട്ടിയിൽ അത് നട്ട് വയ്ക്കും. മണ്ണുമായിട്ടൊന്ന് യോജിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അത് മണ്ണിലേക്ക് ഇറക്കി നടും. ഇങ്ങനെയാണ് നമ്മൾ ചെടികളെ ലെയറിംഗ് മെത്തേഡിൽ അല്ലെങ്കിൽ പതിവിക്കൽ മെത്തേഡിൽ പുതുതായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ചിത്രത്തിലേക്ക് നോക്കുക, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മണ്ണിനോട് ചേർന്ന് വളരുന്ന കൊമ്പുകൾ മണ്ണിലേക്ക് വളച്ച് വെച്ച് ലെയറിംഗ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ പതിവയ്ക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിനെ നമ്മൾ സിമ്പിൾ ലെയറിംഗ് എന്ന് വിളിക്കും. ഓക്കെ, പിച്ചി, മുല്ല പോലുള്ള ചില ചെടികൾ നമ്മൾ ഇങ്ങനെ സിമ്പിൾ ലെയറിംഗ് വഴി പുതിയ ചെടി ഉൽപ്പാദിപ്പിച്ചെടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ലെയറിംഗ് അല്ലെങ്കിൽ പതിവയ്ക്കൽ ചെയ്യുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ ഈ ലെയറിങ്ങിലൂടെ ഉണ്ടാകുന്ന ചെടികൾക്ക് ചില ഗുണങ്ങളും ചില ദോഷങ്ങളും ഉണ്ടാകാം, മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ടാകാം. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മെറിറ്റ്സ് അല്ലെങ്കിൽ ഗുണങ്ങൾ പരിശോധിക്കാം. ഫസ്റ്റ് വൺ, മോസ്റ്റ് ഓഫ് ദി പ്ലാന്റ്സ് ക്യാൻ ബി ഗ്രോൺ ദിസ് വേ. മിക്ക ചെടികളും പതിവെച്ച് വളർത്താം. സെക്കൻഡ് വൺ, ദേ ഹാവ് ദി ക്വാളിറ്റി ഓഫ് പാരൻറ്റ് പ്ലാന്റ്. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ചെടികൾക്കും ഉണ്ടാകും. മൂന്നാമത്തേത്, ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് ഓഫ് സച്ച് പ്ലാന്റ്സ് ആർ ഫാസ്റ്റർ ദാൻ ദോസ് ഇൻ പ്ലാന്റ്സ് ഫോംഡ് ഫ്രം സീഡ്സ്. വിത്ത് മുഖേന ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളേക്കാൾ വേഗത്തിൽ ഇവ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഫോർത്ത് വൺ, through this method we can produce more sapling within a short period. ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. Then what are the demerits? First one, plants formed from layering do not have as much lifespan. പതിവച്ചുണ്ടാകുന്ന ചെടികൾക്ക് ആയുർദൈർഘ്യം കുറവായിരിക്കും. Second one, if layering is done in a diseased plant, new plant will also be infected. രോഗബാധയുള്ള ചെടികളിൽ പതിവച്ചാൽ പുതിയ ചെടിക്കും രോഗം ഉണ്ടാകും. Third one, layering plants do not possess the taproot system. ഇത്തരം ചെടികൾക്ക് തായ് വേര് പടലം ഉണ്ടായിരിക്കില്ല. Then fourth one, they require more care. കൂടുതൽ പരിചരണം ആവശ്യമായി വരും. ഇനി അടുത്ത മെത്തേഡ് പരിചയപ്പെടാം, ഗ്രാഫ്റ്റിംഗ് അഥവാ കൊമ്പ് ഒട്ടിക്കൽ. ഗ്രാഫ്റ്റിംഗ് ഇസ് എ മെത്തേഡ് ടു പ്രൊഡ്യൂസ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സ്. ഗുണമേന്മയുള്ള സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് കൊമ്പ് ഒട്ടിക്കൽ. റൂട്ടഡ് പ്ലാന്റ് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഇസ് കോൾഡ് സ്റ്റോക്ക്. ഒട്ടിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ സ്റ്റോക്ക് അഥവാ മൂലകാണ്ഡം എന്നറിയപ്പെടുന്നു. ദ ബ്രാഞ്ച് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഇസ് കോൾഡ് സയേൺ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന കൊമ്പിനെ സയേൺ അഥവാ ഒട്ടുകമ്പ് എന്ന് പറയുന്നു.
ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് ചെടികളെയാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ഗ്രാഫ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. വ്യത്യസ്ത ചെടികളല്ല, ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് ചെടികൾ. ആദ്യം തന്നെ ഒട്ടിക്കേണ്ട ചെടികൾ, അതായത് സ്റ്റോക്കും സയേണും തിരഞ്ഞെടുക്കുക. എടുത്തതിന് ശേഷം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പരസ്പരം യോജിച്ച് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ രണ്ട് തണ്ടുകളും മുറിച്ചെടുക്കുക. അടുത്തതായി ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ രണ്ട് തണ്ടുകളും പരസ്പരം ചേർത്ത് വയ്ക്കുക. അതിനുശേഷം മെഴുകു തുണിയോ പ്ലാസ്റ്റിക് നാടയോ ഉപയോഗിച്ച് നന്നായി പൊതിയുക. 1 മാസം വരെ ഈ ചെടി ഇത്തരത്തിൽ സൂക്ഷിക്കുക. 1 മാസം കഴിയുമ്പോഴേക്കും ആ കെട്ടിവെച്ച ഭാഗത്തിന് മുകളിലോട്ടായി മുള വരുന്നത് കാണാം. പുതിയൊരു മുള വരുന്നത് കാണാം. ഇപ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്ക്, നിങ്ങൾക്ക് ആ ഒരു കെട്ടിവെച്ച ഭാഗത്തിന് മുകളിലായിട്ട് മുള വരുന്നത് കാണാം. ഈ ഒരു സമയം കെട്ടിന് മുകളിലായി സ്റ്റോക്കും കെട്ടിന് താഴെയായി സയണും പകുതി മുറിച്ച് കളയുക. ഇപ്പോൾ ഈ ചിത്രത്തിൽ കണ്ടോ, താഴെ സയണും മുകളിൽ സ്റ്റോക്കും മുറിച്ചിട്ടുണ്ട്. അങ്ങനെ പകുതി മുറിച്ച് അത് നിലനിർത്തുക. വീണ്ടും 1 മാസം വരെ നിലനിർത്തുക. ആ 1 മാസം കഴിയുമ്പോൾ ഈ കെട്ടിയതിന് താഴെ വെച്ചിട്ട് തന്നെ സ്റ്റോക്ക് കംപ്ലീറ്റ് ആയിട്ട് മുറിക്കുക. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ശിഖരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് മണ്ണിലേക്ക് നടുക. അതായത് ചെടിച്ചട്ടിയിൽ ആദ്യം നടുക, പിന്നെ മണ്ണിലേക്ക് നടുക. അങ്ങനെ ഈ രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് ഗുണമേന്മയുള്ള സസ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ റിപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ, മണ്ണിൽ പൊന്നി വിളയിക്കാം എന്ന ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം നമുക്കിവിടെ അവസാനിപ്പിക്കാം. അടുത്ത ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ദി ബെൽ ബട്ടൺ. എങ്കിൽ മാത്രമേ അടുത്ത ക്ലാസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക് യു.